ഒരു നഴ്സിംഗ് ഗവേഷകനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളി എന്തായിരിക്കും? ഒരുപക്ഷേ ശരിയായ ചോദ്യം കണ്ടെത്തുക എന്നതായിരിക്കും, അല്ലേ? ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ള യാത്രയിലെ വഴികാട്ടിയാണ് ഹൈപ്പോത്തീസിസ്. അപ്പോ ഇന്ന് നമ്മൾ ആ വഴികാട്ടി ഉണ്ടാക്കാനുള്ള ടൂൾ കിറ്റ് തുറന്നു നോക്കാൻ പോവാണ്. ഒരു നല്ല ഹൈപ്പോത്തീസിസ് ഉണ്ടാക്കാൻ നമ്മൾ നമ്മളോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. എത്ര വേരിയബിൾസ് ഉണ്ട്? അവ തമ്മിലുള്ള ബന്ധം ശരിക്കും എന്താണ്? ഫലം നമുക്ക് പ്രവചിക്കാൻ പറ്റുമോ? ഇതുപോലെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളിലൂടെയാണ് നമ്മൾ ഇന്നും മുന്നോട്ടു പോകുന്നത്. ഓരോ റിസർച്ച് യാത്രയും തുടങ്ങുന്നത് ഒരു ലക്ഷ്യത്തോടെയാണ്, അല്ലേ? ആ ലക്ഷ്യത്തിലേക്കുള്ള വഴികാട്ടുന്ന മാപ്പാണ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അപ്പോ എന്താണ് ഈ മാപ്പിനെ ഇത്രയും പ്രധാനപ്പെട്ടതാക്കുന്നത്? നമുക്ക് നോക്കാം. ഒരു ഹൈപ്പോത്തീസിസ് എന്ന് പറഞ്ഞാൽ അതൊരു വെറും ഊഹമല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതൊരു പാലം പോലെയാണ്. ആലോചിച്ചു നോക്കൂ. ഒരു വശത്ത് നമ്മുടെ അറിവും തിയറികളും, മറുവശത്ത് നമ്മൾ യഥാർത്ഥ ലോകത്ത് ചെയ്യാൻ പോകുന്ന പരീക്ഷണങ്ങളും. ഈ പാലമില്ലെങ്കിൽ നമ്മുടെ റിസർച്ചിന് ഒരു ദിശാബോധവും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ടൂൾ കിറ്റിലെ ആദ്യത്തെ ഉപകരണം കയ്യിലെടുക്കാം. ഇത് നമ്മളോട് വളരെ ലളിതമായൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ പഠനത്തിൽ എത്ര ഘടകങ്ങളെയാണ് നിങ്ങൾ ഒരേ സമയം നോക്കിക്കാണുന്നത്? ഇതിലെ വ്യത്യാസം വളരെ സിമ്പിളാണ്. നിങ്ങൾ വെറും രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള ബന്ധമാണോ പഠിക്കുന്നത്? അങ്ങനെയെങ്കിൽ അത് സിമ്പിൾ ഹൈപ്പോത്തീസിസ്. അതല്ല, രണ്ടിൽ കൂടുതൽ കാര്യങ്ങൾ, ഉദാഹരണത്തിന് വ്യായാമം, പ്രായം, പിന്നെ രക്തസമ്മർദ്ദം, ഇതെല്ലാം കൂടി ഒരുമിച്ച് പഠിക്കുകയാണെങ്കിൽ സംഭവം കുറച്ച് കോംപ്ലക്സായി. ഈ സ്ലൈഡിലെ ഉദാഹരണങ്ങളിലേക്കൊന്ന് നോക്കിയേ. ആദ്യത്തതിൽ വ്യായാമവും രക്തസമ്മർദ്ദവും, ഈ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് പറയുന്നത്. സിമ്പിൾ. പക്ഷെ രണ്ടാമത്തത് നോക്കൂ. അവിടെ വ്യായാമം, രക്തസമ്മർദ്ദം, അതോടൊപ്പം പ്രായം എന്നൊരു ഘടകം കൂടി വരുന്നു. കണ്ടില്ലേ? ഇതാണ് സിമ്പിളും കോംപ്ലക്സും തമ്മിലുള്ള വ്യത്യാസം വളരെ വ്യക്തമാക്കുന്നത്. ശരി, ഇനി നമ്മുടെ ടൂൾ കിറ്റിലെ അടുത്ത ലെൻസിലേക്ക് കടക്കാം. ഇവിടെ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: ഈ വേരിയബിൾസ് തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് മാത്രം മതിയോ, അതോ ഒന്ന് മറ്റൊന്നിനെ കാരണമാകുന്നുണ്ടോ? അസോസിയേറ്റീവ് ഹൈപ്പോത്തീസിസ് പറയുന്നത് ഐസ്ക്രീം വിൽപ്പന കൂടുമ്പോഴും മുങ്ങിമരണങ്ങളും കൂടുന്നുവെന്നാണ്. പക്ഷെ ആലോചിച്ചു നോക്കൂ, ഐസ്ക്രീം കഴിക്കുന്നതുകൊണ്ടാണോ ആളുകൾ മുങ്ങിമരിക്കുന്നത്? അല്ല. രണ്ടിനും കാരണം ഒരുപക്ഷെ വേനൽക്കാലമായിരിക്കാം. എന്നാൽ കോസൽ ഹൈപ്പോത്തീസിസ് ഒരു ഡോമിനോ പോലെയാണ്. ഒന്ന് വീണാൽ അടുത്തത് ഉറപ്പായും വീഴും. അതായത് ഒരു കാര്യം മറ്റൊന്നിന് നേരിട്ട് കാരണമാകുന്നു എന്നത് ഉറപ്പിച്ചു പറയുന്നു. ഈ ഉദാഹരണങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. TV കാണുന്നതും BMIയും തമ്മിലൊരു ബന്ധമുണ്ടെന്ന് പറയുന്നു. പക്ഷെ TV കാണുന്നത് കൊണ്ടാണ് BMI കൂടുന്നത് എന്ന് ഉറപ്പിച്ചു പറയുന്നില്ല. ഒരുപക്ഷെ മറ്റ് കാരണങ്ങളുണ്ടാവാം. എന്നാൽ രണ്ടാമത്തെ ഉദാഹരണത്തിൽ നോക്കൂ. ഒരു പ്രത്യേക തരം ഓറൽ കെയർ ന്യൂമോണിയ കുറയ്ക്കും എന്ന് നേരിട്ട് പറയുന്നു. ആക്ഷൻ റിയാക്ഷൻ പോലെ. അതാണ് വ്യത്യാസം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നിങ്ങൾ ഒരു റിസർച്ചറാണെന്ന് വെക്കുക. നിങ്ങളുടെ കയ്യിലുള്ള അറിവ് വെച്ച് ഫലത്തിന്റെ ദിശ, അതായത് അത് കൂടുമോ കുറയുമോ എന്ന് കൃത്യമായി പ്രവചിക്കാൻ നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടോ? ഇവിടെയാണ് ഒരു ഗവേഷകന്റെ ആത്മവിശ്വാസം നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. മുൻ പഠനങ്ങളൊക്കെ ഒരു പ്രത്യേക ഫലം തരുമെന്ന് സൂചന നൽകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ടൊരു ഡയറക്ഷണൽ ഹൈപ്പോത്തീസിസ് തിരഞ്ഞെടുക്കാം. പക്ഷെ ഫലം എന്തായിരിക്കുമെന്ന് ഒരു പിടിയുമില്ലെങ്കിൽ, എന്തോ ഒരു ബന്ധമുണ്ട് എന്ന് മാത്രം പറയുന്ന നോൺ ഡയറക്ഷണൽ ഹൈപ്പോത്തീസിസ് ആണ് ഏറ്റവും സേഫ്. ഈ സ്ലൈഡിലെ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചേ. ഡയറക്ഷണൽ ഉദാഹരണത്തിൽ കുറവാണ് എന്ന് കൃത്യമായി പറയുന്നുണ്ട്, ഒരു ദിശയുണ്ട്. എന്നാൽ നോൺ ഡയറക്ഷണൽ ഉദാഹരണത്തിൽ ഒരു ബന്ധമുണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ആ ബന്ധം പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നൊന്നും പറയുന്നില്ല. അപ്പോ ഈ അവസാനത്തെ തരംതിരിവ് വളരെ പ്രധാനപ്പെട്ട ഒരെണ്ണാണ്. കാരണം ഇത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റിംഗ് എന്ന പ്രക്രിയയുടെ അടിസ്ഥാന ശിലയാണ്. ഒരു കണ്ടെത്തൽ നമ്മൾ എങ്ങനെയാണ് ശാസ്ത്രീയമായി സാധൂകരിക്കുന്നത്? നമുക്ക് നോക്കാം. ഇതൊരു കോടതി മുറി പോലെ ചിന്തിച്ചാൽ മതി. നൾ ഹൈപ്പോത്തീസിസ് പറയുന്നത് പ്രതി നിരപരാധിയാണ് എന്നാണ്. അതായത് വേരിയബിൾസ് തമ്മിൽ ഒരു ബന്ധവുമില്ല. റിസർച്ച് ഹൈപ്പോത്തീസിസ് ആകട്ടെ പ്രതി കുറ്റവാളിയാണ് എന്ന് പറയുന്നു. അതായത് ഒരു ബന്ധമുണ്ട്. ഒരു കോടതിയിൽ വിധി പറയാൻ പ്രതി നിരപരാധിയല്ല എന്ന് തെളിയിക്കണമല്ലോ. അതുപോലെ നമ്മുടെ ആശയം ശരിയാണെന്ന് സ്ഥാപിക്കാൻ ഒരു ബന്ധവുമില്ല എന്ന നൾ ഹൈപ്പോത്തീസിസ് തെറ്റാണെന്ന് നമ്മൾ തെളിവ് സഹിതം സ്ഥാപിക്കണം. ഇവിടെ നോക്കൂ. റിസർച്ച് ഹൈപ്പോത്തീസിസ് ഒരു ബന്ധമുണ്ട് എന്ന് വളരെ പോസിറ്റീവായിട്ട് വാദിക്കുന്നു. എന്നാൽ നൾ ഹൈപ്പോത്തീസിസ് ആകട്ടെ അങ്ങനെ ഒരു ബന്ധമേയില്ല എന്ന് പറയുന്നു. ഇവ രണ്ടും പരസ്പരം എതിർക്കുന്ന രണ്ട് സാധ്യതകളാണ്. നമ്മളിതിൽ ഏതാണ് ശരിയെന്ന് തെളിയിക്കാനാണ് ശ്രമിക്കുന്നത്.
അപ്പോ ഇതാണ് ഇതിലെ ഏറ്റവും നിർണായകമായ കാര്യം. ഗവേഷകർ എപ്പോഴും ശ്രമിക്കുന്നത് തങ്ങളുടെ റിസർച്ച് ഹൈപ്പോത്തിസിസ് ശരിയാണെന്ന് തെളിയിക്കാനാണ്. അതിനുവേണ്ടി അവർ നൾ ഹൈപ്പോത്തിസിസിനെ തള്ളിക്കളയാൻ ആവശ്യമായ തെളിവുകൾ ശേഖരിക്കുന്നു. അതായത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് നൾ ഹൈപ്പോത്തിസിസിനെയാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത ഓരോ ഭാഗങ്ങളും ഓരോ ടൂൾസും ഒരുമിച്ച് ചേർത്ത് ഒരു ഗവേഷണ ചോദ്യത്തിനുള്ള നല്ലൊരു ബ്ലൂ പ്രിന്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു നല്ല ഹൈപ്പോത്തീസിസ് എന്ന് പറയുന്നത് ഒരു നല്ല കെട്ടിടം പോലെയാണ്. അതിന് വ്യക്തമായൊരു പ്ലാൻ വേണം, അതിന്റെ ഉറപ്പ് നമുക്ക് അളക്കാൻ കഴിയണം, പിന്നെ നിലവിലുള്ള അറിവ് എന്ന അടിത്തറയിൽ അത് പണിതുയർത്തണം. ഇതൊന്നുമില്ലെങ്കിൽ നമ്മുടെ ഗവേഷണം പാതി വഴിയിൽ തകർന്നു പോകാൻ സാധ്യതയുണ്ട്. ഈ ഡയഗ്രം നോക്കൂ. ഇത് നമ്മൾ ഇതുവരെ സംസാരിച്ച എല്ലാത്തിന്റെയും ഒരു സംഗ്രഹമാണ്. ആ നടുവിലുള്ള ഹൈപ്പോത്തസിസ് സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ചോ? അതിനെ രൂപപ്പെടുത്തുന്നത് എന്തൊക്കെയാണ്? ഒരു വശത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന പോപ്പുലേഷൻ, പിന്നെ വേരിയബിൾസ്. മറുവശത്ത് അതിന്റെ ശാസ്ത്രീയമായ അടിത്തറ. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് നമുക്ക് പരീക്ഷിക്കാൻ കഴിയുന്ന നല്ലൊരു ഹൈപ്പോത്തസിസ് ഉണ്ടാകുന്നത്. ഇത് ശരിക്കും ഒരു ഗവേഷണത്തിന്റെ ഹൃദയം തന്നെയാണ്. അപ്പോ ഈ ടൂൾ കിറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്. നഴ്സിംഗ് രംഗത്ത് നിങ്ങൾ കാണുന്ന ഏത് പ്രശ്നത്തെയാണ് ഈ ടൂൾസ് ഉപയോഗിച്ച് ഒരു ഹൈപ്പോത്തസിസ് ആക്കി മാറ്റി പരീക്ഷിക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യം? ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ ചിന്തകൾ പങ്കുവെക്കുക. അടുത്ത തവണ കാണാം.